എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടൊരു സങ്കടം പറയാനുള്ളത്, വീഡിയോ ഒരു 25 മിനിറ്റ് റെക്കോർഡ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് റെക്കോർഡ് ചെയ്തു. അത് എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളത് ഇനി വരുന്നത് തോന്നുന്നില്ല. ഒരുപാട് ടേണിംഗ് പോയിൻ്റുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് വരുന്നതല്ലേ പറയാൻ കഴിയുള്ളൂ. അത് പെട്ടെന്ന് സിസ്റ്റം ഓഫായി പോയി, വീഡിയോ എററായി. ഇപ്പോൾ സെക്കൻഡാണ് ചെയ്യുന്നത്. 8 മണിയായി. ഓക്കെ, നാളെ ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല. നാളെ കോഴിക്കോട് ഒരു ശില്പശാലയുണ്ട് നമ്മുടെ സംഘടനയുടെ. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഒരുപാട് വൈകും വരാൻ. അപ്പോൾ അതുകൊണ്ട് നാളെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഒരു വീഡിയോ എത്ര രാത്രി വൈകിയാലും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോട് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു 3 മിനിറ്റ് സ്ട്രാറ്റജി. നമുക്ക് ദിവസം മാർക്കറ്റ് തുറന്ന് ഒരു 3 മിനിറ്റ്, ഒരു 5 മിനിറ്റിനുള്ളിൽ പ്രോഫിറ്റ് എടുക്കാം. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മിണ്ടാതിരിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയുമായാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദിവസങ്ങളായി പറയണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായിരുന്നാലും ഞാൻ ഈ ഒരു സ്ട്രാറ്റജി വഴിയാണ് ദിവസവും രാവിലെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സിന് അറിയാൻ പറ്റും. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ നമ്മളൊരു സിഗ്നൽ കൊടുക്കും. നോക്കൂ, 9:16 കാണുന്നുണ്ടല്ലോ അല്ലേ? 9:16 യെസ്റ്റർഡേ, ഇന്നലെ നോക്കൂ, വ്യാഴാഴ്ച നമ്മൾ കൊടുത്തത് 9:16. അതേപോലെ ബുധനാഴ്ച നമ്മൾ കൊടുത്തത് നോക്കൂ, ഇത് വ്യാഴാഴ്ചയാണ്, ബുധനാഴ്ച നോക്കൂ 9:17. അതേപോലെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ചേർന്നവർക്ക് ഉള്ളവർക്ക് അറിയാൻ പറ്റും, എല്ലാ ദിവസവും 9:18 9:20 ചില ദിവസം ലേശം വൈകും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് 9:16 അത് എങ്ങനെയാണ് കൊടുക്കുന്നത്. അതിൽ വേറൊരു കാര്യം, നമ്മുടെ ഈ കൊടുക്കുന്ന സിഗ്നലിൽ 90% സക്സസ് ആണ് എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ നമ്മൾ 25:30 28 to 33 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും അത് പരമാവധി നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് 0 ആയിരിക്കും. 0 കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു സീക്രറ്റ് ഉണ്ട്. എന്താണെന്നല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ മാർക്കറ്റ് തുറന്ന ഉടനെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരുപാട് ലോസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ആ സമയത്ത് നമ്മൾ 0 ഇപ്പോൾ ഒരു 20 രൂപ, ഒരു 15, ഒരു 25 രൂപയിലൊക്കെ 0 എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് വളരെ കുറച്ചായിരിക്കും. ഇപ്പോൾ 25 ഉള്ളത് സ്റ്റോപ്പ് ലോസ് നമുക്ക് 17, ഏകദേശം ഒരു 8 പോയിൻറ്റ്. ഓക്കെ, ഈ 8 പോയിൻറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കണമെങ്കിൽ 0 സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേരമാവും. അതേസമയം പ്രോഫിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റും കിട്ടും. ഇതാണ് 0 കൊടുക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഏതായിരുന്നാലും ഫസ്റ്റ് കൊടുക്കുന്ന ട്രേഡിൽ 90% നമുക്ക് പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ്. ഏതെങ്കിലും ഒരു ദിവസം 2 ദിവസം സ്റ്റോപ്പ് ലോസ് ഹിറ്റായിക്കൂടാ എന്നുമില്ല. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വളരെ കുറച്ച് ട്രേഡാണ് കൊടുക്കുന്നത്, സിഗ്നലാണ് കൊടുക്കുന്നത്. ഏകദേശം 4-5 സിഗ്നലൊക്കെ കൊടുക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്കറിയാൻ പറ്റും, കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് മാർക്കറ്റ് നല്ല സൈഡ് വേണ്, കൂട്ടത്തിൽ 1 സൈഡ് മൂവും കൂടിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1 സൈഡ് മൂവ് കൂടെയാണ്. ഇന്നലെ ഒഴിച്ച് മറ്റുള്ള ദിവസങ്ങളിൽ മുഴുവൻ ഒരു ഗ്യാപ്പ് അപ്പിലൂടെ മുകളിലേക്കാണ് പോയതെങ്കിൽ ഇന്നലെ മാത്രമാണ് താഴേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ സൈഡ് വേ ആൻഡ് അപ്പ് മൂവ്മെൻറ്റ്, സൈഡ് വേ ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, ഈ ഒരു തരത്തിലായതുകൊണ്ട് നമുക്ക് കൂടുതൽ സിഗ്നലുകളോ കൂടുതൽ ട്രേഡുകളോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കണക്കിന് അതാണ് നല്ലത്. കൂടുതൽ ട്രേഡുകൾ എടുത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് വൈകുന്നേരം വരെ ഇരുന്ന് അവസാനം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ബ്രോക്കറേജ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു ലോസിലെത്തിയിട്ടുണ്ടാവും. ഒരു 10 ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ 600 രൂപ ബ്രോക്കറേജും അതിൻ്റെ കൂട്ടത്തിൽ GST അത് ഇത് എന്ന് പറഞ്ഞിട്ട് 10-700 രൂപ ആ വഴിക്ക് പോവും. നമുക്ക് എന്ത് ലാഭം കിട്ടും? ഒന്നും കിട്ടില്ല. ചുരുങ്ങിയത് 2-3 ട്രേഡിനുള്ളിൽ നിങ്ങൾ ട്രേഡ് എടുത്ത് നിർത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ട്രേഡിംഗ് എല്ലാ മനുഷ്യന്മാരും അത്യാവശ്യം പണമൊക്കെ സമ്പാദിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുള്ളവരാണ്, ഈ പറയുന്ന ഞാനടക്കം, അല്ലേ? അപ്പോൾ നമുക്ക് വലിയ ബിസിനസ്സുകാരുടെ കാര്യമല്ല. വലിയ ബിസിനസ്സുകാർക്ക് അവരുടേതായ ലാഭങ്ങളും പ്രോഫിറ്റുകളും അവരുടേതായ വരുമാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർ, അല്ലെങ്കിൽ കൂലിത്തൊഴിലാളികൾ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി നോക്കുന്നവർ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പഴയ ആളുകൾ പറയുന്ന പോലെ എണ്ണിച്ചുട്ടാ കിട്ടുന്ന അപ്പം എന്ന് പറയുന്ന രൂപത്തിൽ പിന്നെ ഉള്ള വരുമാനമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു സൈഡ് ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഒരുപാട് കാലങ്ങളായി. അതിനുള്ള പല വഴികളും ആളുകൾ പലതരത്തിലും ചെയ്തിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ആട്, മാഞ്ചിയം, തേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്കാമുകളും അതേപോലെയുള്ള ഒരുപാട് ചെയിൻ മാർക്കറ്റുകൾ, അതുപോലെ മോഡി കെയർ, ആംബേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പോയിപ്പെട്ടിട്ട് കാശൊക്കെ കളഞ്ഞ് പണ്ട് കാലം മുതലേ കാശ് നഷ്ടപ്പെടുത്തിയ ആളുകളുണ്ട്. പിന്നീടാണ് ഏകദേശം
ഒരു 6-7 വർഷമായിട്ടുണ്ടാവുള്ളൂ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിൽ വരെ ഇത്ര പ്രചാരത്തിലായത്. ഇപ്പം ഞാനൊക്കെ ഈ ഷെയർ മാർക്കറ്റിലേക്ക് വന്നിട്ട് കേവലം 7 വർഷമോ 7-8 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഡീപ്പായിട്ട് ഇറങ്ങിയത് കൊറോണയ്ക്ക് ശേഷമാണ്. കൊറോണയ്ക്ക് ശേഷമല്ല, കൊറോണ തുടങ്ങി 1 മന്ത് നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ വിട്ടല്ലോ. വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇതിൽ കുറച്ച് ഫുൾ ടൈം മുഴുക എന്നുള്ള രീതി. അതിനു മുമ്പ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ചെറിയ ചെറിയ ട്രേഡുകളും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു, ഇത്ര ഡീപ്പായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ബിഗിനേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ദിവസം നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് വരുമാനം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ പല ആളുകളും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നാമമാത്രമായ ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളോട്, എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോട്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവരെ കുറിച്ചല്ല, മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് സ്വന്തമായി ട്രേഡ് ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റിൽ ബിഗിനേഴ്സായ ആളുകൾ, നിങ്ങൾ ഇപ്പോൾ സ്വന്തമായിട്ടായിരിക്കില്ല, ആരുടെയെങ്കിലും സപ്പോർട്ട് കൂടിയായിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. മീൻസ് ഇപ്പോൾ എന്നെ പോലുള്ള പ്രീമിയം ഗ്രൂപ്പുള്ളവർ, അല്ലെങ്കിൽ യൂട്യൂബ് ലൈവ് കണ്ടിട്ട്, അല്ലെങ്കിൽ ആൾഗോ ട്രേഡ്, ആട്ടോ ട്രേഡ് എന്നിങ്ങനെ പല തരത്തിലുള്ള വഴി കണ്ടുപിടിച്ചിട്ടാവും ചെയ്യുന്നുണ്ടാവുക. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഏത് ആളെ നിങ്ങൾ സ്വീകരിച്ചാലും ആരെ നിങ്ങൾ ഫോളോ ചെയ്താലും, ഇപ്പോൾ ഈ പറയുന്ന എന്നെയാണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്താലും മിനിമം അല്ലെങ്കിൽ മാക്സിമം 1 മാസം നിങ്ങൾ ഫോളോ ചെയ്യുക. 1 മാസം. അതിൽ നിങ്ങൾക്ക് നഷ്ടമാണോ സംഭവിക്കുന്നത്, പിന്നെ അവിടെ നിൽക്കരുത്, അവോയ്ഡ് ചെയ്യുക, അയാളെ അവോയ്ഡ് ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് നഷ്ടമില്ല, ചെറിയ ലാഭമെങ്കിലും കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്തുടരുക. യൂട്യൂബ് ലൈവ് ആണെങ്കിലും, പ്രീമിയം ഗ്രൂപ്പുകളാണെങ്കിലും, ആൽഗോ ആണെങ്കിലും, ആട്ടോ ആണെങ്കിലും, ഏത് തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, നിങ്ങൾ പിന്തുടരുക. ഇല്ല, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ലേ, ഒഴിവാക്കുക. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതേപോലെ തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കുക, സ്കാമേഴ്സിൽ പോയി പെടാതിരിക്കുക. ഇപ്പോൾ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ക്യാഷ് വാങ്ങിയിട്ട് ട്രേഡ് എടുത്ത് നമുക്ക് 50-50 എന്ന് പറഞ്ഞിട്ട് സമീപിക്കുന്നവരുണ്ട്. ദിവസം ഓരോ ട്രേഡേഴ്സിനെയും ഫോൺ കോളിലൂടെയും അല്ലാതെയും സമീപിക്കുന്ന എത്രയോ തട്ടിപ്പുകളുണ്ട്. അതിലൊന്നും പോയി പെടാതെ. അതേപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റിനെ ഒരു ടൈം പാസിന് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാതിരിക്കും. സീരിയസ് ആയി കാണുന്നതെങ്കിൽ നിങ്ങൾ 2-3 ട്രേഡിൽ ഒതുക്കാൻ ശ്രമിക്കുക. ഒരുപാട് ട്രേഡ് എടുത്ത് ശരീരത്തിനും മനസ്സിനും ടെൻഷൻ വരുത്തി, ശരീരത്തിന് സുഖമില്ലാതെ മനസ്സിന് ടെൻഷനാക്കി വൈകുന്നേരം വരെ അതിൽ ചടഞ്ഞിരുന്ന് എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം? അതെല്ലാം ഒഴിവാക്കുക. ദിവസം 2-3 പ്രോപ്പറായ എൻട്രി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി മിണ്ടാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാർക്കറ്റിൽ ശ്രമിക്കുക. ഓക്കെ. അതേപോലെ ഞാൻ ആരുടെയും അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല. എന്നെ ഒരുപാട് പേര് സമീപിച്ചിട്ടുണ്ട്, ഒരുപാട് സഹോദരിമാർ സമീപിച്ചിട്ടുണ്ട്, അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ആരുടെയും അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല, ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല. ഉള്ളത് ചെറിയൊരു പ്രീമിയം ഗ്രൂപ്പുണ്ട്, അതിലുള്ളവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് തോന്നുന്നു. പലരും പലതവണ റീചാർജ് ചെയ്തിട്ടുണ്ട്, ചെറിയ ഫീ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ അതിനെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് 4-5 സിഗ്നലാണ് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മാർക്കറ്റ് ഹൈ വോളറ്റിലിറ്റിയാണ്. സൈഡ് വേയിലൂടെ അപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻറ്റ് ഈ തരത്തിലാണ്. ആ സമയത്ത് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോസ് സംഭവിക്കും. അപ്പോൾ കറക്റ്റായ സമയത്ത് നമ്മൾ എൻട്രി എടുത്തുകൊണ്ട് 4-5 സിഗ്നലുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് എല്ലാ സിഗ്നലും സക്സസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചില ദിവസങ്ങളിൽ സംഭവിക്കാറുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ ഇത് സക്സസ് ആണ്, ഇന്നലെ കൊടുത്താണ് 2 സക്സസ് ആണ്, 3 സക്സസ് ആണ്, 4 സക്സസ് ആണ്, 5 48-57 സക്സസ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ സക്സസ് ആണ്. ഇതിന് പുറമെ നമുക്ക് മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ, കമ്മോഡിറ്റി ആൻഡ് സ്റ്റോക്ക് ഓപ്ഷൻ. ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്തവർക്ക് മറ്റേതിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ കൊടുക്കാറുണ്ട് സ്റ്റോക്ക് ഓപ്ഷൻ 3-4 കൊടുക്കാറുണ്ട്. അതും പ്രോപ്പറായ, അതായത് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് മാത്രമാണ് നമ്മൾ കൊടുക്കാറുള്ളൂ. സ്റ്റോക്ക് ഓപ്ഷനിൽ അധികവും നമുക്ക് SL ഹിറ്റായിട്ടില്ല, അത്രയും ശ്രദ്ധിച്ചാണ് കൊടുക്കാറുള്ളത്. ചെറിയൊരു 1000 രൂപയെങ്കിലും പ്രോഫിറ്റ് കിട്ടാതെ ഇരുന്നിട്ടില്ല. ഇപ്പോൾ ക്രൂഡ് ഓയിലാണെങ്കിലും നോക്കൂ,
നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ക്രൂഡ് ഓയിൽ ഒരു എൻട്രി കൊടുത്തിട്ട് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ 2-3 പോയിൻ്റ് ലോസിൽ എക്സിറ്റ് ആകാൻ പറയും. റീ എൻട്രി വരുന്ന സമയത്ത്, അതായത് തിരിച്ചാ വഴിക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ റീ എൻട്രി എടുക്കാമെന്നുള്ളൊരു നമ്മുടെ റൂൾസ് ആൻഡ് കണ്ടീഷൻസിലുണ്ട്. ആ റീ എൻട്രി എടുക്കാൻ പറ്റാത്ത സന്ദർഭമാണെങ്കിൽ നമ്മൾ പറയും വെയിറ്റ് നോ റീ എൻട്രി എന്ന്. അതിനുശേഷം വീണ്ടും ആ ഭാഗത്തേക്ക് രണ്ടാമത് താഴേക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഇനി റീ എൻട്രി എടുക്കാം. നോക്കൂ, ഇവിടെ 7:26 നോ റീ എൻട്രി എന്ന് പറഞ്ഞു. 8:39 വീണ്ടും അത് താഴെ പോയി വന്നപ്പോൾ എൻട്രി പറഞ്ഞു. നോക്കൂ എത്ര പോയി, 237, 238, 228 മുതൽ 238, 10 പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2-3 ട്രേഡുകൾ എടുത്ത് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോവുക. ഓവർ ട്രേഡ് എടുത്ത് നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക. ഒരുപാട് പാനിക്കായി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ നഷ്ടമാവും. അതുപോലെ തന്നെ ഏതായിരുന്നാലും നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയി. അതിലൊരുപാട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും ഓർമ്മയില്ല. ഭയങ്കര ആവേശത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് മോട്ടിവേഷൻ വേർഡ്സ് ആയിരുന്നു. ഓക്കെ, അതിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ആയപ്പോൾ ആകെ ടെൻഷനായി. ഇനി വീട്ടിൽ പോകാമെന്നുള്ളൊരു ചിന്ത ഉണ്ടായി. ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടാണ് വീണ്ടും ശരി ഏതായിരുന്നാലും നാളെ ലീവല്ലേ, നാളെ ഇവിടെ ഉണ്ടാവില്ല എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള രീതിയിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വീണ്ടും ഈ ഒരു ശ്രമം നടത്തിയത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും മറന്നുപോയി. ഓക്കെ, നമുക്ക് ചാർട്ട് 3 മിനിറ്റിലേക്ക് മാറ്റാം. അതിനു മുമ്പ് വെള്ളിയാഴ്ച ഇന്നലെ 2 സ്റ്റോക്കുകൾ വന്നിരുന്നു. അതിൻ്റെ പെർഫോമൻസ് കൂടെ ഒന്ന് നോക്കാം. ആദ്യത്തെ NMDC ആണ്. NMDCയിൽ ബൈ എൻട്രി ആയിരുന്നു 275.50. നമുക്കത് എൻട്രി ആയിട്ടില്ല, ഊസിപ്പോയി. സോറി കേട്ടോ, ആവേശത്തിൽ പറഞ്ഞാണ്. രണ്ടാമത്തേത് ക്യാമ്പസ് ആണ്. ക്യാമ്പസിൽ 290 ആണ്. 290 നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ 288 ഓപ്പൺ ചെയ്തു. 294 വരെ പോയിട്ടുണ്ട്. പിന്നീടാണ് 287 വന്നത്. അപ്പോൾ നമുക്ക് ബൈ 290 292, 293, 294 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അതിൽ പ്രോഫിറ്റുമാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ ചാനലിൽ 2 സ്റ്റോക്കുകൾ സജഷൻ ചെയ്യുന്നുണ്ട്. നോൺ റെക്കമെൻഡ് സജഷൻ ചെയ്യുന്നുണ്ട്. അതിൽ പരമാവധി എല്ലാ ദിവസവും പ്രോഫിറ്റാണ്. ഒരെണ്ണമെങ്കിലും എന്തായാലും പ്രോഫിറ്റിലായിരിക്കും. ഒരെണ്ണം എൻട്രി കിട്ടിയില്ലെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴോ ഒരു 100 ദിവസത്തിൽ ഒരു ദിവസമൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. അതേപോലെ 2 സ്റ്റോക്കുകൾ വന്നാൽ ഒരെണ്ണം ചിലപ്പോൾ 2ഉം പ്രോഫിറ്റിലായിരിക്കും, നമുക്ക് എൻട്രി കിട്ടും. ചിലപ്പോൾ ഒരെണ്ണം നമുക്ക് എൻട്രി കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇന്നത്തേക്ക് പോലെ ചില ദിവസങ്ങളിൽ 2എണ്ണം എൻട്രി കിട്ടാറില്ല. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത് ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമുക്ക് വീണ്ടും ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. 3 മിനിറ്റ് ക്യാൻഡിൽ മാറ്റുക. 3 മിനിറ്റ് ക്യാൻഡിൽ മാറ്റിയതിന് ശേഷം ഇതപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേ 21 തീയതി അല്ലേ, ഇത് 1 ഹവറാണ്. 3 മിനിറ്റിലേക്ക് മാറ്റി ക്യാൻഡിൽ സ്റ്റിക്ക് കുറച്ച് വലുതാക്കുക. ഓക്കെ, 21 തീയതി എവിടെപ്പാ, 21 നോക്കൂ. ഓപ്പൺ ചെയ്തത് 51,927. അതിൻ്റെ തലേ ദിവസം ക്ലോസ് ചെയ്തത് 51,760, 51,927. അപ്പോൾ എത്ര, 760, 927 പറയുമ്പോൾ 250 പോയിൻറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 51,927 ഓപ്പൺ ചെയ്ത് 51,934, അതായത് 10 പോയിൻ്റ് മുകളിലേക്ക്, 7 പോയിൻ്റ് മുകളിലേക്ക് പോയി. പിന്നീട് 51,715 വന്നു. പിന്നീട് 51,804 ക്ലോസ് ചെയ്തു. അതായത് ഈ ഭാഗത്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ 51,804 ക്ലോസ് ചെയ്ത് 1-2 സെക്കൻഡ് നോക്കുക. മേലെ പോകുന്നുണ്ടെങ്കിൽ പരമാവധി മേലുന്ന് 5-10 പോയിൻ്റ് മേലെ പോവുള്ളൂ സാധാരണ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 20 പോയിൻ്റൊക്കെ പോവും. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഉടനെ പുട്ട് സൈഡ് എൻട്രി എടുക്കുക. കാരണം മാർക്കറ്റ് തുറന്ന് താഴേക്കാണ് വന്നത്. താഴേക്ക് വന്ന് ഈ 3 മിനിറ്റ് ക്യാൻഡിലിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു 3 മിനിറ്റ് ക്യാൻഡിലിൻ്റെ അവസാന നിമിഷത്തിൽ ഈ ഒരു 1/4 ഭാഗത്തോ 1/2 ഭാഗത്തോ 3/4 ഭാഗത്തോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, താഴെ വന്നതിന് ശേഷം മുകളിലേക്ക് പോയി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പുട്ട് സൈഡ് എൻട്രി എടുത്തു പോകാം. നമുക്കൊരു 10-30 പോയിൻ്റ് വെച്ചാൽ മതി. അതിന് താഴേക്കൊന്നും വെക്കേണ്ട. നോക്കൂ, ഇത്രേ വെച്ചിട്ടുള്ളൂ. എത്രയാണ്? 126 പോയിൻ്റ്. ഈ ഒരു ക്യാൻഡിൽ, ഈ 3 മിനിറ്റ് ക്യാൻഡിൽ എത്ര, ഇവിടെയാണ് 120 പോയിൻ്റ്. 120 പോയിൻ്റ്
ഒരു 30 പോയിൻറ്റ് 40 പോയിൻറ്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയോ സ്ട്രൈക്കിൽ. ഓക്കെ, അപ്പോൾ അതിന് താഴെ ചില നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട് പല ടാർഗറ്റുകൾ. അത് ഇങ്ങനെയാണ്, ഇപ്പോൾ 30, 40, 50, 60, 70 എന്നിങ്ങനെ കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ 30 പോയിൻറ്റ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങി വരുന്നു. ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു പറഞ്ഞല്ലേ, ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അടുത്ത ആഴ്ച, ഇപ്പോൾ വരുന്ന തിങ്കളാഴ്ച മുതൽക്ക് തന്നെ ഒരു തീരുമാനം എടുക്കുക. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എൻ്റെ ടെലഗ്രാം ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒരു തീരുമാനം നിങ്ങളെടുക്കുക. എന്നും ഇങ്ങനെ 1 ലോട്ട് 2 ലോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 10 ലോട്ട് അത് ലോസ് ആവും, പിന്നെ ഒരു 20 ലോട്ട് അത് പ്രോഫിറ്റ് ആവും, അല്ലെങ്കിൽ 30 ലോട്ട് അത് ലോസ് ആവും, 1 ലോട്ട് 1/2 ലോട്ട് ഇങ്ങനെ എടുക്കാതെ നിങ്ങൾ ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് വരാം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ തിങ്കളാഴ്ച മുതൽ ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു ലൈനിലൂടെ നിങ്ങൾ പോകാൻ ശ്രമിക്കൂ കേട്ടോ. ഒരു 3 ട്രേഡ് നിങ്ങൾ ഒരു ദിവസം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആരുടെയെങ്കിലും കൂടെയാണെങ്കിലും അവർ തരുന്നത് മുഴുവൻ എടുക്കാൻ ശ്രമിക്കുക. കാരണം അവർ അത്രയും ശ്രദ്ധിച്ചാൽ തരുള്ളൂ. ഇപ്പോൾ ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പ്രീമിയം ഗ്രൂപ്പുകളുണ്ട്. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, എല്ലാ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ കേരളക്കാരായതുകൊണ്ട് കേരളത്തിലുള്ളവരുടെ ചേരുക. ഇപ്പം നമ്മൾ എന്നെ തന്നെ ചേർന്നത് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ലല്ലോ. അപ്പോൾ ആരുടെ കൂടെയാണെങ്കിലും അവർ തരുന്ന സിഗ്നലുകൾ മുഴുവൻ അവർ പറയുന്നത് ഫോളോ ചെയ്ത് എൻട്രി എടുക്കുക. ഓക്കെ, ഇല്ല നിങ്ങൾ ഫുൾ പ്രോഫിറ്റ് ആയതിനു ശേഷം പിന്നീടും അവർ സിഗ്നൽ തരികയാണെങ്കിൽ ഇനി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട. ഇപ്പം ഞാൻ എൻ്റെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു 10 സിഗ്നൽ ഡെയിലി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 5 സിഗ്നൽ അല്ലെങ്കിൽ 3 സിഗ്നലും ഫുൾ പ്രോഫിറ്റാണ്, ഇനി എനിക്ക് വേണ്ട എന്ന് തോന്നിയെങ്കിൽ നിർത്തിക്കളയുക. അപ്പോൾ തിങ്കളാഴ്ച മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ സിഗ്നലുകളിലും 1 ലോട്ട് എടുക്കുക. ഓക്കെ, 1 ലോട്ട് എടുക്കുക. എൻഡ് ഓഫ് ദി ഡേ ഈ ഒരാഴ്ച നിങ്ങൾ 1 ലോട്ട് മാത്രം എടുക്കുക. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. നിങ്ങളൊരു പ്രീമിയം ഗ്രൂപ്പുകാരനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പ്രോഫിറ്റല്ല ലോസ് ആണെങ്കിൽ അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫുള്ള് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ലോസിലാണെങ്കിൽ പിന്നെ അയാളെ നിങ്ങൾ പിന്തുടരുന്നതിൽ ഒരർത്ഥമില്ല. ഓക്കെ, അത് യൂട്യൂബ് ലൈവാണെങ്കിലും ആട്ടോ ട്രേഡാണെങ്കിലും ആൽഗോ ട്രേഡാണെങ്കിലും, എനിക്ക് ആൽഗോ ട്രേഡിനോടും ആട്ടോ ട്രേഡിനോടും അതേപോലെ സിഗ്നൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. 7,000 8,000 അവർ വാങ്ങുന്നത് ഒരു മാസത്തിന്. അയ്യോ, ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, എന്തോരം. ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല, അല്ല പറയുക, എനിക്ക് അതിലൊന്നും വിശ്വാസമല്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ചില കറക്റ്റായ ടൈമിൽ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വിത്ത് എൻട്രിയോട് കൂടി തരുന്നുണ്ടെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഒരു 10,000 1,200 2,000 ആണെങ്കിലും കുഴപ്പമില്ല, അത് ജോയിൻ ചെയ്താൽ അതിനുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ 1 ലോട്ട് വീതം എടുക്കും. അടുത്ത ആഴ്ച പ്രോഫിറ്റിലായിരിക്കുമല്ലോ, 2 ലോട്ടാക്കുക ഇതിനെ. ഒരു 2 ആഴ്ച ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഇതൊരാഴ്ചയായി, ഇത് 2 ആഴ്ച 3 ആഴ്ചയായി, അല്ലെങ്കിൽ ഈ ഒരു മാസം ഈ 2-ൽ പോട്ടെ. 1 എടുത്ത് 2-ലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ 1-ലേക്ക് വരരുത്. അതിനുള്ള ക്യാപിറ്റൽ നിങ്ങളിവിടെ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നത്, ഇപ്പോൾ ഒരു 10,000 ഇട്ടിട്ടാണ് ഇവിടെ തുടങ്ങുന്നതെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയിലെത്തുക. തൽക്കാലം ജീവിക്കാനുള്ളത് വേറെ എന്തെങ്കിലും, ഇപ്പം എല്ലാവർക്കും ജോലിയൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൂടെ നിങ്ങൾ പിന്നെ തൽക്കാലം ജീവിക്കാനുള്ളത് ഉണ്ടാക്കുക. ഓക്കെ, ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ എണ്ണം നോക്കുക, 3-ലേക്ക് മാറ്റുക. ഓക്കെ, നിങ്ങളിങ്ങനെ ക്രമാതീതമായിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു 4-5 മാസമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളൊരു 10 ലോട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. പ്രോഫിറ്റിലായിരിക്കും നിങ്ങൾ. 10 ലോട്ടിലും നിങ്ങൾ അപ്പോഴും നിങ്ങൾക്ക് പ്രോഫിറ്റായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് 2-3 ട്രേഡ് എടുത്താൽ മതി എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായ ഒരു കാര്യം. ശ്രദ്ധിക്കണം, നിങ്ങൾ 2-3 ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഒരു ട്രേഡ് 10 ലോട്ട് എടുത്തു, ഒരു 30 പോയിൻ്റ് വീതം 450,000 രൂപ സുഖമായിട്ട് മതിയല്ലോ. എല്ലാ ദിവസവും ഒരു 5,000 കിട്ടിയാൽ മതിയല്ലോ. ഞാൻ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ സൈഡ് ഇൻകം വേണം എന്ന് പറയുന്നവരോടാണ് കേട്ടോ പറയുന്നത്. കൂടുതൽ ആഗ്രഹങ്ങളൊക്കെയുമായിട്ട് വരുന്നവരുണ്ടാകും, അവർ ലോട്ട് സൈസ് കൂട്ടിക്കോട്ടെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ട്രേഡ് എണ്ണം കൂട്ടിക്കോട്ടെ. ഞാൻ ഒരു ട്രേഡിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഇവിടെയൊക്കെ 5 ട്രേഡ് എല്ലാ സിഗ്നലും എടുത്തു, 5 സിഗ്നലിന് 5-ലെടുത്തു, ഇതിലും 5-ലെടുത്തു, അല്ലെങ്കിൽ 3 ഇതിൽ 3 അല്ലെങ്കിൽ 2 ഇതിൽ നമ്മൾ ഒരെണ്ണത്തിലാക്കി, അല്ലെങ്കിൽ വേണ്ട ഇതിൽ 5 ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ 5 എടുത്തോളൂ. അപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതല്ലാതെ ഇതിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി 1 ലോട്ട് 2 ലോട്ട് 1 ലോട്ട് 2 ലോട്ട്
ഇതിലൂടെ പോകാതെ ഒരു പ്ലാനിങ് ആയിട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 21-ാം തീയതിത്തെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ എൻട്രി എടുത്തു, താഴെ വന്നു, കിട്ടി, പ്രോഫിറ്റ് കിട്ടി 3 മിനിറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തത് 20-ാം തീയതിയാണ്. 20-ാം തീയതി എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കാം. 20-ാം തീയതി ഓപ്പൺ ചെയ്തത് 51,712. തലേ ദിവസം ക്ലോസ് ചെയ്തത് 51,450, 712. അപ്പോൾ എത്രയായി? 500 പോയിൻറ്റിൻ്റെ മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണാണ് അല്ലേ? അല്ല, 500 പോയിൻ്റ് താഴെ ഗ്യാപ്പ് അപ്പ് ഓപ്പണാണ്. അതിനുശേഷം മാർക്കറ്റ് എന്താണ് ഉണ്ടായത്? 51,712 ഓപ്പൺ ചെയ്തിട്ട് 51,798 വരെ മുകളിലേക്കാണ് പോയത്. 51,712 ഓപ്പൺ ചെയ്തിട്ട് 51,798 വരെ മുകളിലേക്കാണ് പോയത്. അപ്പോൾ അതൊരു പോസിറ്റീവ് ക്യാൻഡിലായി, ഗ്രീൻ ക്യാൻഡിലായി മാറി. ഓപ്പൺ ചെയ്ത ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോയാൽ ഗ്രീൻ ക്യാൻഡിലാവുമല്ലോ. അതിനുശേഷം എന്ത് ചെയ്തു? നേരെ താഴെ 51,495 ഡൗണിലാണ് നിൽക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് എന്താണ് ഉണ്ടായത്? നേരെ 51,777 ക്ലോസ് ചെയ്തു. 65 പോയിൻറ്റ് പോസിറ്റീവിലാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 3/4 ഭാഗത്താണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് മുകളിൽ പോയി താഴെ വന്ന് ലോ ക്രിയേറ്റ് 51,495, അതായത് 51,798 നിന്ന് 495 പറയുമ്പോൾ 300 പോയിൻ്റാണ് താഴേക്ക് വന്നത്. ഈ 3 മിനിറ്റ് ക്യാൻഡിലിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് വീണ്ടും മേലെ വന്നിട്ട് ഹൈയിൽ നിന്ന് 18 പോയിൻ്റ് താഴെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കെന്തായി? ഈ ക്യാൻഡിലിൻ്റെ താഴെ വന്നതിന് ശേഷം 3/4 ഭാഗത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് സൂപ്പറായിട്ട് നമുക്ക് പുട്ട് സൈഡ് എൻട്രി എടുത്ത് പോകാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരത്തെ പറഞ്ഞു ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാമെന്ന്. ഈ 10 സെക്കൻഡിൽ കിട്ടുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി എടുത്ത് വരാം. ഒരു 30 പോയിന്റ് വെച്ചാൽ മതി. ഈ അടുത്ത 3 മിനിറ്റ് ക്യാൻഡലിൻ്റെ വെച്ചാൽ മതി. എത്രയായി? 154 പോയിന്റ് താഴെ വന്നു. അതിനും താഴെ വന്നിട്ട് വേണ്ട, നമുക്കത് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ട്രailing സ്റ്റോപ്പ് ലോസ് വെച്ച് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്തോളൂ. അതല്ലെങ്കിൽ വേണ്ട, 30 പോയിൻ്റാണ് നിങ്ങൾ. ഞാൻ എപ്പോഴും പ്രീമിയം ഗ്രൂപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളത്. അത് എന്തുകൊണ്ടറിയോ? ഇങ്ങനെയൊക്കെ പല അപൂർവം ദിവസങ്ങളിലാണ് സംഭവിക്കുക. ഒറ്റയടിക്ക് 400 പോയിൻറ്റ് 300 പോയിൻ്റൊക്കെ താഴെ. അപ്പോൾ പരമാവധി 30 പോയിൻറ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവില്ല. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു, ഇനി ഇത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നോക്കൂ എത്ര പോയിൻ്റാണ് വന്നത് മുകളിലേക്ക്. നമ്മൾ ഈ പകുതിയിൽ നിന്നല്ല എൻട്രി എടുത്തത്. ഈ ഗ്രീനിൻ്റെ പകുതി ഫസ്റ്റ് ക്യാൻഡലിൻ്റെ നോക്കൂ എത്ര? 38 പോയിൻറ്റ്. 38 പോയിൻറ്റ് ഇൻഡെക്സ് മുകളിലേക്ക് പോയെങ്കിൽ സ്ട്രൈക്ക് ഏകദേശം എത്ര പോയിൻ്റ് ഉണ്ടാവും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് 30 പോയിൻറ്റ് ഹിറ്റായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ദിവസവും പ്രോഫിറ്റ് കിട്ടി. 3 മിനിറ്റ് സ്ട്രാറ്റജിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും. ഞാൻ ഈ ഒരു മെത്തേഡിലാണ്, ഈ ഒരു സ്ട്രാറ്റജിയിലാണ് എല്ലാ ദിവസവും. ഞാൻ നേരത്തെ പറഞ്ഞു ടൈം കാണിച്ചത് 9:16, 9:17, 9:18 എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ എപ്പോഴത്തെ എടുത്താലും ശരി, ഒരു 2 മാസം മുമ്പത്തെ എടുത്താലും ശരി, ഫസ്റ്റ് ട്രേഡ് നമ്മൾ 9:20 കൊടുത്തിട്ടുണ്ടാവും. നോക്കൂ, 9:16 കണ്ടോ? രണ്ടാമത്തെ ട്രേഡ് 9:10 എടുത്തു. അങ്ങനെ ഏത് ദിവസം നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും 9:16 കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ദിവസം ചിലപ്പോൾ ഒരു 9:20 മുകളിലായിരിക്കും കൊടുക്കുക. അതിന് കാരണമുണ്ട്, നമുക്ക് കാണാൻ കഴിയും. നോക്കിക്കോളൂ, ഇപ്പോൾ 20 നോക്കിയില്ലേ, ഒരു ദിവസത്തെ കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് നീളം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഒഴിവല്ലേ, പരമാവധി ശ്രദ്ധിച്ച് കണ്ട് ശ്രമയോടുകൂടി എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഒറ്റയടിക്ക് കണ്ടും പൂട്ടി എടുത്ത് പോകണമെന്നില്ല. OI അനാലൈസ് കൂടെ ചെയ്തിട്ട് OI ഇൻട്രസ്റ്റ്, ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി 19ാമത്തേത് കൂടെ നോക്കാം. 50,607 ഓപ്പൺ ചെയ്തത്. 50,607 അത് തന്നെയാണ് ഹൈയും. 50,441 താഴെ വന്നു. 50,576 ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4, അര, 3/4. ഓക്കെ, ഇത് 4, അര, 3/4. ഇത് 3/4 ഇത് 3/4 മേലെ 4-1 ആക്കേണ്ടി വരും. നോക്കൂ എത്ര പോയിൻ്റാണിത്?
35 പോയിൻ്റ് ഉള്ളൂ, 35 ഇല്ല. 35 കൂട്ടിക്കോളൂ. ഈ ക്യാൻഡിൽ മൊത്തം എത്ര ഉണ്ട്? ഓപ്പൺ ചെയ്ത് ഹൈ 50,607, ലോ 50,441. അപ്പോൾ എത്രയാണ്? 165 പോയിൻ്റ്, 66 പോയിൻ്റ് അല്ലേ? 166 4 ഹരിച്ചാൽ 41 അല്ലേ? ഇല്ലല്ലോ, 41 താഴെയല്ലേ? 30 പോയിൻറ്റിൻ്റെ 32 പോയിൻ്റ് ഉള്ളൂ. അത് ഒന്നും കൂടെ വലുതാക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഹൈയും ക്രോസ് നോക്കിയാൽ മതിയല്ലോ. 50,608 വെച്ചോളൂ ഹൈ, 50,576 ക്ലോസ് ചെയ്തു. അപ്പോൾ എത്രയാണ്? 608 576 പോയാൽ 30, 31, 90, 32. കറക്റ്റ് മനസ്സിലായില്ലേ? 32 പോയിൻ്റ്. അപ്പോൾ അതിൻ്റെ താഴെയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മുകളിലേക്കാണ് എടുത്ത് പോകേണ്ടത്. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ വന്നാൽ മുകളിലേക്കാണ് എടുത്ത് പോകേണ്ടത്. കാലിൽ വന്നാൽ താഴേക്ക് തന്നെ പോകാം, അരയിൽ വന്നാൽ താഴേക്ക് തന്നെ പോകാം, മുക്കാൽ വന്നാൽ താഴേക്ക് പോകാം, കാല് വന്നാൽ മുകളിലേക്ക് പോകണം. നോക്കൂ, നമുക്കിവിടെ സൂപ്പറായിട്ട് എൻട്രി കിട്ടി. ഇവിടെ ക്ലോസ് ചെയ്തോടത്തുനിന്ന് കിട്ടി. അടുത്ത ക്യാൻഡിൽ 3 മിനിറ്റ് ക്യാൻഡിൽ എത്രയാണ്? നോക്കൂ, ഇത്രയേ ഉള്ളൂ, 56 പോയിൻറ്റ്. 56 പോയിൻറ്റ് നമുക്ക് 30 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, 30 പോയിൻറ്റ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 50 ഈ 3 മിനിറ്റ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അടുത്ത ക്യാൻഡിൽ നമ്മൾ സ്വാഭാവികമായിട്ട് വെയിറ്റ് ചെയ്യുമല്ലോ, സൂപ്പറായിട്ട് കിട്ടി. അതിന് മുകളിലേക്ക് തന്നെയല്ലേ പോയത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പിന്തുടരുക. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ ഇതിന് പുറമെ നമുക്ക് ആഫ്റ്റർ ഓപ്ഷൻ കമ്മോഡിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതിൽ സ്റ്റോക്ക് ഓപ്ഷനും കമ്മോഡിറ്റിയാണ്. കമ്മോഡിറ്റി മീൻസ് ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, സിൽവർ മൈക്ക്. സാധാരണ നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മതി, 1-2 സിഗ്നലാണ് കൊടുക്കുകയുള്ളൂ. ഇപ്പം ഇന്നലെ പ്രോഫിറ്റാണ്. ഞാനിത് പറഞ്ഞു തോന്നുന്നു, അത് കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ഒന്നും കൂടെ പറയാം. ക്രൂഡ് ഓയിൽ ഇപ്പോൾ 228 കൊടുത്തു ഇന്നലെ 4.53. അത് താഴേക്ക് വരുന്നു എന്ന് തോന്നിയപ്പോൾ 2-3 പോയിൻ്റ് ലോസിൽ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അത് തിരിച്ച് നമ്മളെടുത്ത പ്രൈസിലേക്ക് തന്നെ എത്തി. അതിൽ ലോസ് ഉണ്ടാവില്ല. അതേസമയം എടുത്ത ഉടനെ 5 പോയിൻ്റ് മുകളിലേക്ക് പോയി. അതായത് 228 232.70 വരെയൊക്കെ പോയി. അതിന് ശേഷമാണ് താഴെ വന്നപ്പോൾ 2-3 പോയിൻ്റ് ലോസിൽ എക്സിറ്റ് ആകാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം നമ്മൾ താഴേക്ക് പോയി, അതായത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി തന്നെ. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ തിരിച്ച് വന്ന എൻട്രി പ്രൈസ് തന്നെ വീണ്ടും എടുക്കുക സെയിം പ്രൈസിൽ എന്ന് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഉള്ളത് കൊണ്ട് അത് എൻട്രി അല്ലാത്ത സന്ദർഭത്തിൽ നമ്മളിങ്ങനെ മെസ്സേജ് കൊടുക്കും, വെയിറ്റ് നോ റീ എൻട്രി. എത്ര മണിക്ക്? 7:26 റീ എൻട്രി എടുത്തില്ല, സത്യമായിരുന്നു അത്. അത് താഴേക്ക് തന്നെ വീണ്ടും പോയി. പിന്നീട് 8:39 വന്നപ്പോൾ ഇനി എടുക്കാം, നൗ റീ എൻട്രി എന്ന് പറഞ്ഞു. നോക്കൂ, 228 എടുത്തു, 237, 10 പോയിൻ്റ് കിട്ടി. അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻ മുത്തൂറ്റ് ഫിനാൻസ് പ്രോഫിറ്റാണ്. നമ്മൾ കൊടുക്കുന്നത് 2-3 സിഗ്നലാണെങ്കിലും അത് പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, നമ്മുടെ മറ്റൊരു ഗ്രൂപ്പ് ജനറൽ ഗ്രൂപ്പാണ്, JSW സ്റ്റീലാണ് ലാസ്റ്റ് കൊടുത്തത്. ഇതിൽ 2-3 സിഗ്നൽ കൊടുക്കാറുണ്ട്, പ്രോഫിറ്റ് ആയിരിക്കും. 27 കൊടുത്തത് 29.70 വരെ എന്തോ പോയി തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. ഏതായിരുന്നാലും പ്രോഫിറ്റാണ്, ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ളൂ. നോക്കൂ, ഇതൊക്കെ പ്രോഫിറ്റാണ്. മുത്തൂറ്റ് ഫിനാൻസ് ഇതിലൊക്കെ കൊടുത്തല്ലോ, പ്രോഫിറ്റാണ്. ഈ ഇമാമി ലിമിറ്റഡ് ഇതും പ്രോഫിറ്റാണ്, എനിക്ക് ഓർമ്മയുണ്ട്. 703-716 അത് സ്വിങ്ങാണ്, ഇപ്പോൾ തന്നെ പ്രോഫിറ്റായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാര്യമായി പണം സൈഡ് ബിസിനസ്സിനാണ് നിങ്ങൾ വന്നതെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് മാർക്കറ്റ് സമീപിക്കുക. ടൈം പാസിനാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിൽക്കാതിരിക്കുക, പണം പോവും. എത്ര പണം, വലിയ പണക്കാരനാണെങ്കിലും പാപ്പരായി പോവും. ശ്രദ്ധിക്കുക, നന്നായി ട്രേഡ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പഴയ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മറന്നുപോയി. ഓക്കെ, സോറി. ഓക്കെ, ബൈ.